ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്നെൻ്റെ കെൻസുകൊണ്ട് സുന്നത്താണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ റിലീജിയനിലൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾക്ക് ഇതേ ഓരോരോ കാരണങ്ങളായിട്ട് മാറിപ്പോയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ നല്ല ടെൻഷനാട്ടോ. എനിക്കിപ്പോഴും കെൻസ് ഇങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കത്തുകയാണ്. എനിക്ക് പേടിയാണ് കേട്ടോ, അവന് വേദനിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവൻ്റെ അങ്ങനെ പറയുന്നില്ലെങ്കിലും എനിക്കിങ്ങനെ ടെൻഷനാവുന്നത്. ഞാൻ ഇങ്ങനെ കരയുന്നാണ്ട് കുറേ അവനെയും കൂടെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സായിട്ട് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. ഫാമിലിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വലുതായിട്ടൊന്നും എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഇനി എന്തു പറയുക, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. പിന്നെ ഞാൻ അവന് കാണിക്കാതെ നിൽക്കുകയാണേ. അപ്പോൾ കെൻസുകുട്ട രാവിലെ തന്നെ എണീച്ചു ഒന്ന് എണ്ണയിൽ നീരാടിയിട്ടുണ്ട്. അതിനുശേഷം ദേക്ക് അവന് മുണ്ടൊക്കെ കൊടുക്കുകയാണ്. കെൻസുട്ടിന് ഇപ്പോഴേ ചോദിക്കുക കേട്ടോ, ഇതെന്താണെന്നൊക്കെ ചോദിക്കുകയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു കല്യാണമാണ്, നിന്റെ കല്യാണമാണെന്നൊക്കെ. ആൾ വിചാരിച്ചത് ശരിക്കും അവൻ്റെ കല്യാണത്തിന് കൊണ്ടുപോവുകയാണെന്ന്. പിന്നെ അപ്പോഴപ്പോഴും മൂടൊക്കെ മാറി വരുന്നുണ്ട്. രാവിലെ ഉറക്കം എണീച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്ക് കസിൻ്റെ മോനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സെയിം ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളുടെ പ്രെയറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോഴേക്കും വലിയമ്മ കണ്ടായിരുന്നു, ഓടി വന്നു. പിന്നെ വലിയമ്മയുടെ ഇടം അങ്ങനെ എത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ പോകുന്ന വഴിക്ക് ഇക്കയുടെ വാപ്പായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇക്കയുടെ വാപ്പ നേരെ ഹോസ്പിറ്റലാട്ടോ വന്നത്. ഒരു ക്ലിനിക്കാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലിനിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ബാലരാമപുരത്താട്ടോ പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി അങ്ങനെ നൈനിക്കുട്ടിയും കെൻസക്കുട്ടിയും എല്ലാം ഇവിടെ കല്യാണ വിശേഷം പറയാം കേട്ടോ. അവരുടെ വിചാരം ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതെന്നാണ്. അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലിനിക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈൽസ് ഷോപ്പിൻ്റെ അകത്തോടെ വേണം പോവേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ കെൻസൻ്റെ പറയാണ് കരയരുത്, വാശിയൊന്നും പിടിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിച്ച് കളിച്ചാട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ മേളിലെത്തിയപ്പോഴേക്കും ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് കയറായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ കെൻസോട്ടിന് കയറിയതും സാനിറ്റൈസ് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുണ്ട് മാറ്റി തോർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എടുത്തപ്പോഴേക്കും കെൻസോട്ടൻ നല്ല കരച്ചിൽ കഴിഞ്ഞായിരുന്നു. പിന്നെ വേഗം അങ്ങ് സുന്നത്തും കഴിഞ്ഞ് ഇറക്കിയായിരുന്നു കേട്ടോ. ഈ ഒരു ഇഞ്ചക്ഷനിൽ നന്നായിട്ട് കെൻസ് കരഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ വേഗം തന്നെ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് നേരം എടുത്ത് വെച്ചപ്പോഴേക്കും കെൻസോട്ടിൻ്റെ സങ്കടമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എന്തോ ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ പോയി മെഡിസിനൊക്കെ മേടിച്ചായിരുന്നു. ഓരോന്നും കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തന്നു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മാക്ക് കെൻസുവിനെ കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉമ്മാട്ടയും കാണിച്ചു. നൈനിക്കുട്ടി അവിടെ നിർത്തിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നൈനിക്കുട്ടി കുറച്ചൊന്ന് വാശിയാണ്. അപ്പോൾ ഇന്ന് ഇക്കാടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് കരുതിയായിരുന്നു. പിന്നെ വീട്ടിൽ എത്തിയപ്പോഴേക്കും ആൾ ഫുൾ ഓക്കെ ആയിരുന്നു കേട്ടോ. ഇനി 2 ദിവസത്തേക്ക് കെൻസോട്ടൻ റെസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം കുട്ടി ഫാമിലി.